അടുത്ത കാലത്ത് മാത്രം പഠനം തുടങ്ങിയ ഒരാൾക്ക് പോലും നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഇത് മാറിപ്പോയി എന്നുള്ളതാണ്. കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. സമ്മർദ്ദത്തിന് അടിമപ്പെട്ടാണ് നിങ്ങളുള്ളത്. മറ്റ് പുറത്തുനിന്ന് ബാക്കി 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നേടിയ മാർക്ക് പോലും ഇത്രയും എളുപ്പമായി ഒരു അങ്ങനെ LGSന്റെ അവസാനഘട്ട പരീക്ഷയും കഴിഞ്ഞു. ആ അവസാനഘട്ട പരീക്ഷയാണ് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ. ഈ 4 കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു. പക്ഷേ ഏറ്റവും എളുപ്പമാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ്, ആകെ ആവേശം കൊണ്ട് അറിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഫാക്ട്സ് പോലും തെറ്റിക്കും. ലജ്ജിച്ച് തല താഴ്ത്തി പോകും നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലേ. അങ്ങനെയൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്ക് അനുഭവം ഉണ്ടാവും. എങ്കിൽ പോലും ഈ 4 ഘട്ടങ്ങൾ കമ്പയർ നോക്കുകയാണെങ്കിൽ എളുപ്പമായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ എപ്പോഴും നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, നന്നായിട്ട് മത്സരിച്ച് പഠിച്ച കൃത്യമായ സ്ട്രാറ്റജി ഒക്കെ ഫോളോ ചെയ്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷ ടഫ് ആവാനാണ് അവരെന്നും ഇഷ്ടപ്പെടുക. പക്ഷെ അവരെ നിരാശരാക്കുന്ന ഒരു പരീക്ഷയായിരുന്നു ഈ ഒരു 4ാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തം സ്ഥിതി നോക്കുകയാണെങ്കിൽ GKയിൽ 80 ചോദ്യങ്ങളിൽ 41 ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു. ആർക്കും കിട്ടാവുന്ന രീതിയിലുള്ള, അതായത് ഒരു അടുത്ത കാലത്ത് മാത്രം പഠനം തുടങ്ങിയ ഒരാൾക്ക് പോലും നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഴയ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഇത് മാറിപ്പോയി എന്നുള്ളതാണ്. കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് സ്റ്റാൻഡേർഡ്. ഒരു 14 ചോദ്യങ്ങളാണ് ഒരു അബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന. ഭയങ്കര ടഫൊന്നും അല്ല, എങ്കിൽ പോലും അത്യാവശ്യം ഒരു കഴിഞ്ഞ പരീക്ഷയിലൊക്കെ വ്യത്യസ്തമായി. കഴിഞ്ഞ പരീക്ഷയിലൊക്കെ അത് 25, 30, 20 ആ ഒരു ലെവലിലൊക്കെ ആയിരുന്നു പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത്. അതേസമയം ഇവിടെ അതൊരു 14 ടഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ആവറേജ് കാറ്റഗറി 25. അപ്പോൾ ഇവിടെ 41ഉം 25ഉം ഒരു 66ഓളം ചോദ്യങ്ങൾ GKയിൽ ഈ പറഞ്ഞ അത്യാവശ്യം നന്നായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു യഥാർത്ഥ വസ്തുത. ഓക്കെ, ദെൻ മാത്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഘട്ടങ്ങളിൽ നിന്നൊക്കെ പോലെ തന്നെയാണ് മാത്സിൻ്റെ ഏകദേശ സ്ഥിതി. ഇവിടെ ടഫ് ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അത്യാവശ്യം ഒരു LGS ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച്, ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്നു. ബാക്കി 8 ഈസി, 8 ആവറേജ് എന്നുള്ള രീതിയിൽ പെടുത്താം. ഓക്കെ, അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ ഈസി ചോദ്യങ്ങൾ 49 ചോദ്യങ്ങൾ ഈസി ചോദ്യങ്ങളാണ്. ദെൻ ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ് 33ഓളം ചോദ്യങ്ങൾ. ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്നത് ടോട്ടൽ ഒരു 18ഓളം ചോദ്യങ്ങൾ മാത്രമാണ് ഒരു ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ പറഞ്ഞ 2 വിഭാഗം, അതായത് ആ ഒരു സമയം കൂടെ അനുഗ്രഹിച്ചാൽ, ആ 1.5 മണിക്കൂർ കൂടെ നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ല എങ്കിൽ ഒരു 80+ മാർക്കൊക്കെ ഈ പറയുന്ന അത്യാവശ്യം നല്ല ഒരു ഉദ്യോഗാർത്ഥിക്ക്, നല്ല രീതിയിൽ തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥിക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് പരീക്ഷാ ഹാളിൽ സമ്മർദ്ദവും ഇല്ല, നന്നായിട്ട് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരാൾക്ക് നേടാൻ പറ്റും. പക്ഷേ നിങ്ങൾ ആ രീതിയിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾ പലർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എക്സാം ഭയങ്കര ടഫാണ്. അതിൽ ഒരു നിശ്ചിത ശതമാനം വരെ സത്യവുമാണ്. കാരണം എന്താ, നമ്മൾ ആ ഒരു സമ്മർദ്ദത്തിലാണ് യഥാർത്ഥ പരീക്ഷ ചെയ്യുന്ന 1.5 മണിക്കൂർ എന്ന് പറഞ്ഞ ആ ഒരു സമ്മർദ്ദത്തിന് അടിമപ്പെട്ടാണ് നിങ്ങളുള്ളത്. മറ്റ് പുറത്തുനിന്ന് ബാക്കി 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നേടിയ മാർക്ക് പോലും ഇത്രയും എളുപ്പമായി ഒരു പരീക്ഷ നേടാൻ പറ്റാത്ത എത്രയോ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അതായത് ടഫായിട്ടുള്ള മറ്റു ഘട്ടങ്ങളിൽ നേടിയിട്ടുള്ള ആ ഒരു മാർക്ക് പോലും എളുപ്പമായിട്ടുള്ള ഈ ഒരു പരീക്ഷയിൽ നേടാൻ, യഥാർത്ഥ പരീക്ഷ ആയതുകൊണ്ട് പറ്റാത്ത ആളുകളുണ്ട്. സ്വാഭാവികമാണ്, പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് ഒരു പ്രധാന ഘടകം കൂടിയാണ് പരീക്ഷയെ സംബന്ധിച്ച്. ഈ സമ്മർദ്ദത്തെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പോൾ അതൊക്കെ അതിജീവിച്ച ആളുകൾക്ക് ഈ പറഞ്ഞ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. എന്തായാലും നമുക്കൊരു കട്ട് ഓഫ് മാർക്ക് സാധ്യത നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു 72നും 78നും ഇടയിൽ, നമ്മൾ തിരുവനന്തപുരമൊക്കെ പറഞ്ഞ പോലെ, കൊല്ലം തിരുവനന്തപുരം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് ഉയരാനുള്ള ഒരു സാധ്യത കോഴിക്കോട് ഏകദേശം കാണുന്നുണ്ട്. എന്തായാലും നമുക്കൊരു 70 to 75 എന്തായാലും വരുന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു കാര്യമായിട്ടുള്ള ഉറപ്പ്. ദെൻ എറണാകുളം, ആലപ്പുഴ നോക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി മറ്റേതിനേക്കാളും, കോഴിക്കോടിനേക്കാളും കുറച്ചൊന്ന് കുറയാനും ഒരു 69 to 75 ആ ഒരു റേഞ്ചിൽ വരാനുമാണ് സാധ്യത. ഇവിടെ ലിസ്റ്റിൻ്റെ വലിപ്പമൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഈ ടോപ്പ് റേഞ്ചിൽ, അപ്പർ റേഞ്ചിലേക്ക് പോകും. ലിസ്റ്റിൻ്റെ വലിപ്പം കൂട്ടുകയാണെങ്കിൽ ഈ താഴത്തെ റേഞ്ചിലേക്ക് വരും. അപ്പോൾ ലിസ്റ്റിൻ്റെ വലിപ്പമൊക്കെ കൂട്ടട്ടെ, അത്യാവശ്യം നിയമനമൊക്കെ കാര്യമായി നടക്കട്ടെ, ഒഴിവുകളൊക്കെ മാക്സിമം വരട്ടെ, നിങ്ങൾക്കൊക്കെ എല്ലാം നന്നായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്കൊക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഇനി എന്തായാലും ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്കൊക്കെ നേടിയ ആളുകൾ നിരാശപ്പെടരുത്. ആ ഒരു മാർക്കിൻ്റെ മുകളിൽ ബാക്കി പണികളൂടെ ചെയ്ത് ഈ 10th പ്രിലിംസ് വരാൻ പോവുകയാണ്. ഡിസംബർ 28 മുതൽ വരാൻ പോവുകയാണ്. അതിനുവേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.